In Kerala is most suited for that. According to me, it's a cleaner place. It is more systematic. People are little more systematic. I would say we have been comfortable doing business in Kerala. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റിലും വാഹനങ്ങളിലും വീടുകളിലുമെല്ലാം അദൃശ്യ സാന്നിധ്യമായി ഒരു കമ്പോണൻ്റ് ഉണ്ട്. ലോകത്തെ തന്നെ പല പ്രമുഖ ബ്രാൻഡുകളുടെയും ആത്മാവായി നിൽക്കുന്നത് ആ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളാണ്. ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന കേരളത്തിലെ ഒരു കമ്പനിയെക്കുറിച്ച് എത്ര പേർക്കറിയാം? എറണാകുളത്തിനടുത്ത് തിരുവാണിയൂർ എന്ന സ്ഥലത്ത് 350 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള OEN ഇന്ത്യ എന്ന ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് കമ്പനി. ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണന്റുകളുടെ ലോകത്തെ തന്നെ പ്രമുഖ ബ്രാൻഡുകളിലൊന്നാണ് OEN ഇന്ത്യ. വീട്ടിലോ ഓഫീസിലോ AC ഓണാക്കുമ്പോൾ, ഒരു ലിഫ്റ്റ് കയറുമ്പോൾ, അത് നമുക്ക് പോകേണ്ട ഫ്ലോറിൽ നമ്മളെ കൃത്യമായി എത്തിക്കുമ്പോൾ, കാറിലെയും ബൈക്കിലെയും ഇൻഡിക്കേറ്ററുകൾ വളവ് തിരിഞ്ഞ ശേഷം അവ സ്വയം ഓഫാകുമ്പോൾ, വൈപ്പറിന്റെ പ്രവർത്തനത്തിൽ ഫോണിലേക്ക് സിഗ്നൽ എത്തുന്ന ടവറുകളിൽ, UPSകളിൽ എല്ലാം OEN ഇന്ത്യയുണ്ട്. എന്തിന് ഒരു PSLV വിക്ഷേപിക്കുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേഷനിലെ കൺട്രോൾ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് OEN റിലേകൾ കിറുകൃത്യതയോടെ പണിയെടുക്കുന്നുണ്ടാകും. കഴിഞ്ഞില്ല, പ്രതിരോധ ഹെലികോപ്റ്ററുകളിൽ, സൈനികരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലെല്ലാം കേരളത്തിലെ ഈ സ്ഥാപനം തന്ത്രപരമായ റോൾ വഹിക്കുന്നു. അതെ, കേരളത്തിൽ നിന്നും ലോകോത്തര നിലവാരത്തിൽ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണന്റ് നിർമ്മിക്കുന്ന OEN ഇന്ത്യ. ലോകോത്തര ബ്രാൻഡുകൾ കാലങ്ങളായി ഉപയോഗിക്കുന്ന കേരളത്തിന്റെ ഇലക്ട്രോണിക് കമ്പോണന്റ്. Most of Europe has been covered, Australia to some extent, and to a limited area in US. Because two things. One is basically major part of our current business goes to automotive. തിരുവാണിയൂരിലെ പ്ലാന്റിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഓട്ടോമേറ്റഡ് മെഷീൻസാണ് OEN ഉപയോഗിക്കുന്നത്. തൊഴിലാളികളിൽ കൂടുതൽ വനിതകളും. അനുദിനം മാറുന്ന ഇലക്ട്രോണിക്സ് രംഗത്ത് ശക്തമായ ഇന്നൊവേഷനും R&Dയും OEN ഇന്ത്യക്കുണ്ട്. This plant and that plant put together, okay, in totality we make annually 75 million relays and roughly about 2,000 employees. 1960കളുടെ അവസാനത്തിലാണ് OEN തുടങ്ങുന്നത്. സംരംഭകത്വം അത്ര പോപ്പുലർ അല്ലാത്ത കാലത്ത് തുടങ്ങിയതാണ്. അന്ന് ലോകത്ത് തന്നെ ഇലക്ട്രോണിക് വ്യവസായം ശൈശവ ദിശയിലായിരുന്നെന്ന് ഓർക്കണം. എന്നിട്ടും സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തം ഉറപ്പിക്കാനും പ്രതിരോധ ഏജൻസികളുടെ ഉൾപ്പെടെ ഓർഡറുകൾ നേടിയെടുത്ത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ യാഥാർത്ഥ്യമാക്കാനുമായി എന്നതാണ് OEN എന്ന സംരംഭത്തിന്റെ വിജയം. കേരള സർക്കാരും ഇവിടുത്തെ എക്കോസിസ്റ്റവും നൽകിയ അകമഴിഞ്ഞ പിന്തുണയിലാണ് ഇലക്ട്രോണിക് പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ ഒരു സംരംഭമായി തുടങ്ങാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞതെന്ന് CMD പമേല അന്ന മാത്യു പറയുന്നു. ഇന്ന് 2000ഓളം സ്കിൽഡായ തൊഴിലാളികൾക്ക് അന്തസ്സുള്ള വരുമാനം ഉറപ്പാക്കുന്ന കേരളത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക് ബ്രാൻഡായി OEN മാറിയിരിക്കുന്നു. As far as OEN is concerned, we have been very lucky. From day one, Kerala State Industrial Corporation has invested in the company, 25% equity, and their representative has been on the board of the directors even now. At no point of time we ever had any situation where we had a confrontation with the government. I wouldn't say initially it was all quicker than it is now, but certainly we had KSRDC support. I would say we have been comfortable doing business in Kerala. കേവലം 23 വയസ്സിലാണ് പമേല അന്ന മാത്യു സംരംഭത്തിന്റെ അമരത്തേക്ക് വരുന്നത്. അതും എക്കണോമിക്സിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും കൃത്യമായ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടോടെ. 50 വർഷത്തോളമായി ഈ വനിതാ സംരംഭക കേരളത്തിലിരുന്ന് ഒരു സംരംഭത്തെ നയിക്കുന്നു. ആ ബിസിനസ്സിനെ കോടികൾ മൂല്യമുള്ള കമ്പനിയായി മാറ്റിയിരിക്കുന്നു. കേരളത്തിന് പുറമെ പൂനെയിലും ബംഗളൂരും നിർമ്മാണ യൂണിറ്റുകളുണ്ട്. മകൾ രൂപ ജോർജ് OEN ഇന്ത്യയുടെ ഓപ്പറേഷൻസ് വിഭാഗം ഹെഡ് ചെയ്യുന്നു. We are around 330 crores current year, and we always believe that we need to make profits. Business is to make profit, and those who are doing business with us also has to make profit. That is our general policy.
Our target is to make a 15% profit, net profit. ഇന്ത്യയിൽ ഓട്ടോമോട്ടീവ് മേഖലയിൽ റിലേ സിസ്റ്റത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ബ്രാൻഡായി OEN പൊസിഷൻ ചെയ്തത് ഈ നാടൊരുക്കിയ പിന്തുണയിലും സംരംഭകന്റെ ആത്മാർപ്പണത്തിലുമാണ്. Keralites have a much bigger take than elsewhere. Generally, productivity is better. Understanding is quicker. Adaptability is quicker. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നിവയിലൊക്കെ കേരളത്തിന് മികച്ച റാങ്കിംഗ് നൽകിയത് നീതി ആയോഗാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്കിൽഡായ, എംപ്ലോയബിളായ രണ്ടാമത്തെ യുവസമൂഹമാണ് കേരളത്തിൻ്റേത്. ഈ കണക്കുകളുടെ പ്രതിഫലനമാണ് OEN പോലുള്ള സംരംഭങ്ങളുടെ വിജയവും. കേരളത്തിൻ്റെ ഈ സ്ട്രെങ്ത് മനസ്സിലാക്കിയവർക്ക് ആ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താനും ആയിട്ടുണ്ട്.